लक्षद्वीप के प्रशासक श्री प्रफुल्ल पटेल जी, यहां के सांसद और लक्षद्वीप के मेरे सभी परिवारजनों, नमस्कारम। एल्लावर्कुम सुखम आण एन बिसु सिकिन्नु। आज लक्षद्वीप की सुबह देखकर मन प्रसन्न हो गया। लक्षद्वीप की सुंदरता को शब्दों में समेटना बहुत मुश्किल है। मुझे इस बार अगत्ती, बंगारम और कवरत्ती में आप सभी परिवारजनों से मिलने का अवसर मिला है। लक्षद्वीप का जमीनी इलाका भले ही छोटा हो, लेकिन लक्षद्वीप के लोगों का दिल समुद्र जितना विशाल है। आपके स्नेह, आपके आशीर्वाद से मैं अभिभूत हूं। मैं आपका आभार व्यक्त करता हूं। माइक ലക്ഷദ്വീപിലെ ഭരണാധികാരി ശ്രീ പ്രഫുൽ പട്ടേൽ ജി, ഇവിടുത്തെ ലോക്സഭാ അംഗം, ലക്ഷദ്വീപിലെ എന്റെ കുടുംബാംഗങ്ങളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ലക്ഷദ്വീപിലെ പ്രഭാതം കണ്ടിട്ട് മനസ്സ് പ്രസന്നമായി. ലക്ഷദ്വീപിന്റെ സൗന്ദര്യം വാക്കുകളാൽ വർണ്ണിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്ക് ഇത്തവണ അഗത്തി, ബംഗാരം, കവറത്തി എന്നിവിടങ്ങളിൽ എന്റെ കുടുംബാംഗങ്ങളായ നിങ്ങളുമായി ഒത്തുചേരാൻ അവസരം കിട്ടി. ലക്ഷദ്വീപിന്റെ ഭൂമി വിസ്താരം ചെറുതാണ്. എന്നാൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഹൃദയം സമുദ്രത്തെക്കാളും വിശാലമാണ്. നിങ്ങളുടെ സ്നേഹവും ആശീർവാദവും കൊണ്ട് ഞാൻ മൂടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. എന്റെ कुटुंबांगंगले आजादी के बाद दशकों तक केंद्र में जो सरकारें रही, उनकी प्राथमिकता सिर्फ अपने राजनीतिक दल का विकास था। जो दूर सुदूर के राज्य हैं, जो बॉर्डर पर है या जो समंदर के बीच में है, उनकी तरफ ध्यान नहीं दिया जाता। बीते 10 वर्षों में हमारी सरकार ने जो बॉर्डर के इलाके हैं, जो समंदर के आखिरी छोर के इलाके हैं, वहां हमने उन्हें अपनी प्राथमिकता बनाया है। भारत के हर क्षेत्र, हर नागरिक का जीवन आसान बनाना, उसे सुविधा से जोड़ना ही केंद्र सरकार की प्राथमिकता है। आज यहां लगभग 1200 करोड़ रुपए के प्रोजेक्ट्स का शिलान्यास और लोकार्पण हुआ है। ये इंटरनेट, बिजली, पानी, स्वास्थ्य और बच्चों की देखभाल से जुड़े प्रोजेक्ट हैं। इन सभी विकास परियोजनाओं के लिए आप सभी को बहुत बहुत बधाई। എന്റെ കുടുംബാംഗങ്ങളെ, സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകളോളം കേന്ദ്രം ഭരിച്ച പാർട്ടികളുടെ ലക്ഷ്യം
അവരുടെ പാർട്ടിയുടെ വികാസം മാത്രമായിരുന്നു. ദൂരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാവട്ടെ, അതിർത്തി സംസ്ഥാനങ്ങളാവട്ടെ, സമുദ്രത്തിന്റെ നടുക്കുള്ള ചെറിയ പ്രദേശങ്ങളാവട്ടെ, അവയെയൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ സർക്കാർ അതിർത്തി പ്രദേശമാവട്ടെ, സമുദ്രത്തിന് നടുക്കുള്ള ചെറിയ പ്രദേശമാവട്ടെ, അവർക്ക് അവരുടേതായ പ്രാധാന്യം നൽകി. ഭാരതത്തിലെ എല്ലാ മേഖലയിലെയും എല്ലാ പൗരന്മാർക്കും ജീവിതം സുഗമമാക്കുക എന്നതും അവർക്ക് എല്ലാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്നതും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇന്നിവിടെ ഏതാണ്ട് 1200 കോടി രൂപയുടെ പദ്ധതികളുടെ ശിലാന്യാസവും ഉദ്ഘാടനവും നടന്നിട്ടുണ്ട്. ഇത് ഇന്റർനെറ്റ്, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, കുട്ടികളുടെ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. ഈ എല്ലാ വികസന പദ്ധതികൾക്കും നിങ്ങളെല്ലാവർക്കും വളരെ അധികം അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു. एनडीए कुडुम आंगन के लिए बीते 10 सालों में लक्षद्वीप के लोगों की ईज ऑफ लिविंग बढ़ाने के लिए केंद्र सरकार ने कोई कोर कसर बाकी नहीं छोड़ी है। यहां पीएम आवास योजना ग्रामीण के तहत 100% लाभार्थियों को कवर किया जा चुका है। हर लाभार्थी तक फ्री राशन पहुंच रहा है। किसान क्रेडिट कार्ड और आयुष्मान कार्ड दिए गए हैं। यहां आयुष्मान आरोग्य मंदिर, हेल्थ एंड वेलनेस सेंटर बनाए गए हैं। सरकार की ये कोशिश है कि हर लाभार्थी तक सरकारी योजनाएं पहुंचे। डीबीटी के माध्यम से केंद्र सरकार हर लाभार्थी के बैंक खातों में सीधे पैसे भेज रही है। इससे पारदर्शिता भी आई है और भ्रष्टाचार भी कम हुआ है। मैं आपको विश्वास दिलाता हूं, लक्षद्वीप के लोगों का अधिकार छीनने वाले किसी को भी बख्शा नहीं जाएगा। എന്റെ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ 10 വർഷത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരു മാർഗവും അവലംബിക്കാതിരുന്നിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം 100% ഗുണഭോക്താക്കൾക്കും ഗുണം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സൗജന്യ റേഷൻ കൊടുക്കുന്നു, കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നു, ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചു, ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം എന്നിവ നിർമ്മിച്ചിരിക്കുന്നു. എല്ലാ ലാഭാർത്ഥിയുടെ അരികിലും സർക്കാർ പദ്ധതികൾ എത്തണമെന്നതാണ് സർക്കാരിന്റെ പ്രയത്നത്തിന്റെ പിന്നിലെ ലക്ഷ്യം. ഡിബിടിയിലൂടെ നേരിട്ട് ബാങ്ക് മുഖാന്തരം പണം നൽകുന്ന പദ്ധതിയിലൂടെ സർക്കാർ എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും പണം എത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സുതാര്യത കൈവന്നിരിക്കുന്നു. മാത്രമല്ല, അഴിമതി കുറയുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ അധികാരം അവർക്ക് അർഹതപ്പെട്ടത് കവർന്നെടുക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്ന്. एनडीए कुडुम आगंगले साल 2020 में